നമുക്ക് ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് കൂടി പോകണം. ചാലക്കുടി ദേശീയപാതയിൽ വൈക്കോലുമായി പോയ ലോറിക്ക് തീ പിടിച്ചിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് മാളയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന വൈക്കോൽ വൈദ്യുതി ലൈനിൽ ഉരസിയാണ് തീ പിടിച്ചത്. ജെയ്സൺ ശ്യാമോളപ്പിലാണ് ചേരുന്നത്. ജെയ്സൺ, ആ ലോറിയിലുണ്ടായിരുന്ന വൈക്കോലിന് മുഴുവൻ തീ പിടിച്ചിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം നമ്മൾ കാണുകയാണ്. വലിയ അപകടം ഉണ്ടായിട്ടില്ല, പക്ഷേ സാഹസികമായിരുന്നു. വേണ്ടത്ര സുരക്ഷയൊന്നും പാലിക്കാതെയാണ് ഇത് കൊണ്ടുപോയതെന്ന് വ്യക്തമാണല്ലേ? വിനീത, ദേശീയപാതയിലുണ്ടായ തീപിടുത്തം അതുമൂലം ഇപ്പോൾ ദേശീയപാതയിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ്. അല്പം മുമ്പാണ് ചാലക്കുടി ദേശീയപാതയിൽ വൈക്കോൽ വണ്ടിക്ക് തീപിടിക്കുന്നത്. ലോറിയുടെ മുകളിൽ വൈക്കോൽ കുനിയുടെ മുകളിൽ വൈദ്യുത കമ്പി തട്ടി ഉരസിയാണ് തീ പടരാൻ സാഹചര്യമുണ്ടായത്. പിന്നീട് കുറച്ച് ദൂരം വന്നപ്പോഴാണ് തീ കത്തിപ്പടരുന്നത് കണ്ടത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി, പോലീസും എത്തി. വൈക്കോൽ കൂന പൂർണ്ണമായും തീ ശമിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ ദേശീയപാതയിലായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വാഹനങ്ങളുടെ ഒഴുക്കുണ്ടാകുന്ന സമയമാണ്, പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കോട്ടയത്തു നിന്ന് മാളയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വൈക്കോൽ. മറ്റു അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും വൈക്കോൽ കൂന പൂർണ്ണമായി കത്തി നശിക്കുകയും വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്ക് ഉണ്ടാവുകയും ചെയ്തു. വിനീത, ശരി, നമ്മൾ ദൃശ്യങ്ങൾ കാണുകയാണ്. ഫയർഫോഴ്സ് എത്തി തീയണക്കിയായിരുന്നു. വലിയ വൈക്കോൽ കൂമ്പാരം ആ ലോറിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരി, ജെയ്സൺ ശ്യാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ചാലക്കുടി ദേശീയപാതയിലാണ് ഈ അപകടം ഉണ്ടായത്.